ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇനി ഇതുപോലെ ഒരുത്ത ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് നീ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തോണ്ട് ഈ പടി അങ്ങോട്ട് ഇറങ്ങിക്കോണം. കേട്ടോടി? അമ്മ എന്താ ഒന്നും പറയാണ്ടിരുന്നേ? അമ്മക്ക് പറയുന്നില്ല എന്റെ മോനെ പിടില്ലെന്ന്? മോനെ, ഞാൻ പോവില്ല. ആര് പറഞ്ഞാലും ഞാൻ പോവില്ല. അമ്മേണ്ടത് വാക്ക് പറഞ്ഞല്ലേ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവുന്നു. അവരെങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മ പിന്നീട് അവരോട് സംസാരിച്ചോളാം. വേണ്ട, ഇപ്പൊ തന്നെ പറ. ഇപ്പൊ അവര് പോയില്ലേ മോനെ? അതിനെന്താ, തിരിച്ചു വരാൻ പറ. എന്നെ വിട്ട് കൊടുക്കല്ലേ അമ്മ. ആദിക്കുണ്ണ വിട്ട് കൊടുക്കണമെന്ന് പറ അമ്മ. ഇല്ല, അമ്മ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. അമ്മയുടെ അടുത്തുനിന്ന് മോനെ ആരും കൊണ്ടുപോവില്ല. അന്ന് അമ്മ ഇപ്പൊ എന്റെ കൂടെ വാ, എന്നിട്ടേ അപ്പൂപ്പനടുത്തും അമ്മൂമ്മനടുത്തും പറ. വാ അമ്മേ. അമ്മ പറഞ്ഞോളാം, എല്ലാവരുടെ അടുത്തും അമ്മ പറഞ്ഞോളാം. മോളെ, നീ ഒന്നിങ്ങ് വന്നേ. എന്തിനാ അമ്മേ? അമ്മൂമ്മ, ആദിക്കുട്ടന് ഒരിടത്തും പോവാൻ ഇഷ്ടമല്ല. ഞാൻ എന്റെ അമ്മൂമ്മയുടെ കൂടെ നിന്നോളാം. അതൊക്കെ നമുക്ക് സംസാരിക്കാം മോനെ. ഇപ്പൊ അമ്മ നിത്യാമ്മയോടെ ഒരു കാര്യം പറയട്ടെ. മോനെ, അമ്മ ഇപ്പൊ വരാട്ടോ. വാ. അല്ല, കല്യാണ നിശ്ചയത്തിന് പോയില്ലേ രണ്ടാളും? ഓ, ഹരിയേട്ടന് ഇപ്പൊ അവിടെ വലിയ റോളൊന്നുമില്ലല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. എന്താ മോളെ വീണേ, അറിയോ എന്നെ? സർ, കുറച്ചു മുമ്പേ കൂടി ഞാൻ സാറിനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അത് പിന്നെ സാധാരണ അങ്ങനെയാണല്ലോ. നീ വിളിക്കുമ്പോ എന്നെ കിട്ടാറുമില്ല. പക്ഷേ ഞാൻ നിന്റെ താവളം തേടി അന്വേഷിച്ച് ഇവിടെ വരെ വന്നു. നിന്റെ അച്ഛനും ഭർത്താവും ഇവിടെ അധിക നേരം ഇരിക്കാൻ പാടില്ലെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിനൊരു താല്പര്യമില്ല. എന്റെ പണം തന്നാ ഞാനങ്ങ് പോയിക്കോളാം. പണം തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ ഞാൻ ഇനിയും കാത്തിരിക്കണോടി? പോവണ്ട പോവണ്ട, നമുക്ക് പോകാതിരുന്ന ശരിയാവില്ല. രണ്ടെണ്ണം കിട്ടണേ കിട്ടട്ടെ എന്ന് വിചാരിക്കാം. എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. എന്തിനാടി? നിനക്ക് ഇനി എന്നെ പറഞ്ഞു പറ്റിക്കാനാണോ? അങ്ങനെ പറഞ്ഞു പറ്റിക്കാനാണെങ്കിലേ നിനക്ക് ആള് തെറ്റി. ഉടലോടെ നീ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ ചെയ്ത കരുണയായിട്ട് കണ്ടാ മതി. എന്നാണ് നീ എനിക്ക് ആ കാശ് തരുന്നത്? പറയടി. ജഗന്നാഥ, നിങ്ങൾക്ക് അവള് പണം തരാനുണ്ടെങ്കിലേ അത് നിങ്ങൾ നല്ല രീതിയിൽ ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷേ ഈ കൈ ഉയർത്തലും ബഹളമൊന്നും ഇവിടെ വേണ്ട. ഈ വീട്ടിനകത്ത് വെച്ച് അങ്ങനെ സംഭവിക്കുന്ന നോക്കി നിൽക്കാനും ഞങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ഡേ, ഇവിടെ നോക്കടി. അതെ, പണം നീ എന്തിനാ മേടിച്ചത് ഞങ്ങൾ ആരും ചോദിക്കാൻ വരുന്നില്ല. പക്ഷേ ഇതുപോലുള്ളവർ ഈ കുടുംബത്തിൽ വന്ന് കയറുന്നത് നിർത്തിക്കോണം. അതെനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഡേ, എന്താണെന്ന് വെച്ചാ പറഞ്ഞവസാനിപ്പിച്ചോ എത്രയും വേഗം. കേട്ടോടി. എനിക്ക് ഒരു 2-3 ദിവസം വേണം. ശരി, 3 ദിവസം. 3 ദിവസം. അതിനുള്ളിൽ പണം എന്റെ ഓഫീസിൽ നിനക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തങ്ങ് ചത്താ മതിയടി. ജീവിച്ചിരിക്കുന്നോണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഒരു തന്തയുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലാത്ത, പക്ഷേ എന്റെ രീതി ഇതായിപ്പോയി. അതങ്ങനെ അങ്ങ് തേച്ചു മായ്ച്ച് കളയാൻ പറ്റില്ലല്ലോ. പറയുന്ന 3 ദിവസത്തിനുള്ളിൽ എന്റെ കാശ് നീ കൊണ്ടുവന്നില്ലെങ്കിലുണ്ടല്ലോ, തെരുവിലിട്ട് വിറ്റിട്ടായാലും ഞാൻ എന്റെ കാശ് മുതലാക്കൂടി. കുറച്ച് ബുദ്ധിമുട്ടായി പോയിന്നറിയാനിയാ. അങ്ങ് ക്ഷമിച്ചേക്ക്. ഈ കാശെന്ന് പറയുന്ന കാര്യം ഒരു കാലന. അത് പലരെയും കൊല്ലും. പോട്ടെ. ഇനി നിനക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോടി? ഉണ്ടോടി? അയാള് പറഞ്ഞത് കേട്ടില്ലേ? അത് സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ച്. ഇതിനെക്കാളും ഭേദം നിനക്ക് അങ്ങോട്ട് ചത്തൂടേടി. ഒന്നും പറയണ്ട മാവ. ഇവളെ ഒന്ന് ഉപദേശിക്കുന്നതില് ഒരർത്ഥവുമില്ല. ഇനി ഇതുപോലെ ഒരുത്ത ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് നീ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തോണ്ട് ഈ പണി അങ്ങോട്ട് ഇറങ്ങിക്കോണം. കേട്ടോടി? എടാ ഹരി, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?